വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ മരിച്ചു. ഷൈന് കൈക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 6 മണിക്ക് സേലത്തിനടുത്ത് പാലക്കോട് വെച്ചായിരുന്നു വാഹനാപകടം. ഷൈനിന്റെ സഹോദരനും അമ്മയ്ക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കുടുംബം. ധർമ്മപുരി ഹോസൂർ ഹൈവേയിൽ പാലക്കോട് വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി മുന്നേ പോവുകയായിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ പിതാവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഷൈനിന്റെ വലത് കൈക്ക് പരിക്കേറ്റു. ഷൈനിന്റെ സഹോദരനും അമ്മയ്ക്കും ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. ഷൈനിന്റെ കൈക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിവരം. ഷൈനിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്കായി കുടുംബം എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചതെന്നാണ് സൂചന. മുൻ സീറ്റിൽ ഡ്രൈവർക്കൊപ്പം ഷൈനിന്റെ സഹോദരനും മധ്യത്തിലെ സീറ്റിൽ അച്ഛനും അമ്മയും പിൻസീറ്റിൽ ഷൈനുമാണ് ഉണ്ടായിരുന്നത്. ഷൈൻ ഉറങ്ങുകയായിരുന്നു. പരിക്കേറ്റവരെ ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട് പാലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, തൃശൂർ. ഷൈൻ ടോം ചാക്കോയും കുടുംബവും തൃശൂരിലേക്ക്. അപകടത്തിൽപ്പെട്ട നടൻ ഷൈനും പരിക്കേറ്റ അമ്മയും സഹോദരനും തൃശൂരിലേക്ക് തിരിച്ചു. അപകടത്തിൽ മരിച്ച അച്ഛൻ ചാക്കോയുടെ മൃതദേഹവും നാട്ടിലെത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി സാനു K സജീവ് ചേരുന്നു. സാനു, നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും തൃശൂരിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ ചാക്കോയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും. തുടർന്നായിരിക്കുമോ സംസ്കാര ചടങ്ങുകൾ? രോഹിണി, ധർമ്മപുരി ഹോസൂർ ഹൈവേയിൽ പാലക്കോട് വെച്ചുണ്ടായ അപകടത്തിലാണ് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ CP ചാക്കോ മരണപ്പെട്ടത്. എന്തായാലും ഇവരെ വഹിച്ചു, അതായത് CP ചാക്കോയുടെ മൃതദേഹവും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും ഈ അപകടത്തിൽ പരിക്കേറ്റ ഷൈൻ ടോം ചാക്കോയും മാതാവും അടക്കമുള്ളവർ നാട്ടിലേക്ക്, തൃശ്ശൂരിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അതായത് അപകടത്തിൽപ്പെട്ട ഷൈനും അതേപോലെ തന്നെ മരണപ്പെട്ട പിതാവിനെ അടക്കം വഹിച്ചുകൊണ്ട് 2 ആംബുലൻസുകളിലായിട്ടാണ് തൃശ്ശൂരിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 6.5 മണിക്കൂർ യാത്ര ചെയ്താലേ അവർക്ക് തൃശ്ശൂരിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എത്തിയതിനു ശേഷം ഇവരുടെ പരിക്കുകൾ ഇവിടെ മറ്റേ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ ഷൈൻ്റെ ഒരു സഹോദരി വിദേശത്താണ്. അവരെത്തിയതിനു ശേഷം, അവരെ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമേ ഉള്ളൂ ഇതെന്നാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീയതി അടക്കം തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും പരിക്കേറ്റവരെയും ഒപ്പം മരണപ്പെട്ട ഷൈൻ്റെ പിതാവടക്കം ഉള്ളവരെയും കൊണ്ട് നാട്ടിലേക്ക്, തൃശ്ശൂരിലേക്ക് അവർ തമിഴ്നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. രോഹിണി. ശരി, സാനു K സജീവാണ് വിവരങ്ങൾ നൽകിയത്.